ഇത് കഴിയട്ടെ എന്നിട്ട് മതി. പിന്നെ എടുക്കാതെ നിൽക്കത്തൊന്നും ഉടക്കിട്ടത്. നീ ഇത് മുഴുവനും ഇവിടെ കൊടുന്നു വെച്ചാലോ? അപ്പൊ കനകം വന്ന് അവന് കൊടുക്കണ്ടേ? ഏട്ടനുള്ളതൊക്കെ ഉണ്ട്, അമ്മാവൻ കഴിക്ക്. എങ്ങനെയുണ്ട്? സ്വല്പം പുളി കൂടി, എന്നാലും കുഴപ്പമില്ല. ഓ, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കുമല്ലോ. അതെ, അപ്പുറത്ത് കൊടുത്തോ? തങ്കത്തിന്റെ തൊട്ട് കൊടുത്താ? ഇല്ല, കൊടുക്കണം കേട്ടാ. അവിടുന്ന് തങ്കം ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പുട്ടും നെയ്മീനാണെന്ന്. അത് ക്ലീറ്റസ് കേൾക്കും ചെയ്ത് നിന്നെ കൊടുത്തില്ലെങ്കിൽ അത് മതിയോ? ഞാൻ കൊടുത്തേക്കാം. വരണോക്ക് എനിക്ക് അപ്പോഴും അറിയാം നെയ്മീൻ പറഞ്ഞാൽ മണത്ത് വരുന്നു. വാ വാ വാ. എന്തോ വാ ഇരിക്കാം. ഇല്ല ഞാൻ അതൊന്നും വന്നതല്ല. ജമന്തിയോട് വളരെ ഗൗരവമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്നുമില്ല, നിന്റെ കെട്ടിയവനില്ലേ അവനെ നീ 3 കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ഇച്ചിരി എഴുത്തുകാട്ടം കൂടുതല, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അവന്റെ കളി നല്ലതല്ല. കഴിച്ചോണ്ട് പറ. അതെ, എന്താ കാര്യം? എന്താ നിക്ക് ഞാൻ പറഞ്ഞത് സംഭവം ഇത് കഴിക്കാം. ഈ പാവം കാണിച്ചില്ലേ ഈ പാർട്ടി ഓഫീസിൽ വന്ന് ഈ ഫീസ് വരേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ക്ലീറ്റോ ചേട്ടാ എല്ലായിടത്തും പോയി ഊരിയപ്പോ അവിടെയും വന്ന് ഫ്യൂസ് ഊരി കാണും. അത് ഏട്ടന്റെ ഡ്യൂട്ടി അല്ലേ? ഇത് ഡ്യൂട്ടി ഒന്നുമല്ലേ. ഇതിപ്പോ അവൻ എന്നോടുള്ള വൈരാഗ്യം തീർത്ത പോലെ അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. പിന്നെ എന്ത് വൈരാഗ്യം? ഇതിലൊക്കെ എന്ത് വൈരാഗ്യം തീർക്കാൻ? അല്ലെങ്കിൽ പിന്നെ ഏട്ടന് ഓഫീസിലേക്ക് പോകാൻ പറ്റത്തില്ല. രാവിലെ ഇവിടുന്ന് പോയപ്പോ തന്നെ ഒരു ലിസ്റ്റ് ആയിട്ടാ പോയത്. ഒരു കഷ്ണം മതി. ഒരു കഷ്ണേ ഉള്ളത്. കഴിച്ചു നോക്ക്. കഴിക്കാം. നാത്തിനുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തോളാം. അപ്പൊ ജമന്തി, ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ കേരള രാഷ്ട്രീയത്തില് ഇങ്ങനെ ഉറ്റുനോക്കുന്ന കുറെ വളർന്നു വരുന്ന നല്ല നേതാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. അത് നീ മാത്രം പറഞ്ഞാൽ മതിയോ? അതെ, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അമ്മ അവൻ അതങ്ങോട്ട് കഴിച്ച് എന്നാ അവനെ കുറച്ച് കറി കഴിച്ചു കൊടുക്കും. നീയും കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നീ മിണ്ടില്ലല്ലോ, അപ്പൊ സമാധാനമായിട്ട് കഴിക്കാതെ. രാഷ്ട്രീയക്കാർക്ക് അത് ബാധകമല്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് സമയം കിട്ടുമ്പോൾ അവനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് കേട്ടാ. ഞാൻ പറയാം. പറഞ്ഞപ്പോ ഹലോ, ജമന്തിയാ. അയ്യോ, എപ്പോ? അല്ല, എന്നിട്ട് ഇപ്പൊ ഏട്ടൻ എവിടെ ഉണ്ട്? ഹോസ്പിറ്റലിലോ? അല്ല, ഹലോ, എന്താ പ്രശ്നം? അയ്യോ, കട്ടായി. എന്താണ്? എനിക്ക് അറിയത്തില്ല, ഏതോ ഒരാളായിരുന്നു. പിന്നെ ഏട്ടൻ ആരോ തല്ലിയെന്ന്. എനിക്ക് അറിയത്തില്ല, എന്താ എവിടെ ഫ്യൂസ് വരാൻ പോയപ്പോ ആരോ തല്ലി എന്നൊക്കെ പറയുന്നു. ഇത്ര കാലം അവൻ ജോലിക്ക് പോയിട്ട് ആരും തല്ലിയിട്ടില്ലല്ലോ, അപ്പൊ തല്ലി കിട്ടാൻ കാരണം? സത്യം പറയടാ, നിന്റെ പാർട്ടിക്കാരല്ലേ എന്റെ കനകനെ തല്ലിയത്? ആളെ വിട്ട് അവന് തല്ലി. ആവശ്യമില്ലാതെ എന്തെങ്കിലും പറയലേ മാവോ? എന്താന്ന് പറയേ? ഈ കനകനെ ആരോ തല്ലിയത്? ഒരു കാര്യം ഞാൻ പറയാം, കനകനെ തല്ലിയത് നിന്റെ ആൾക്കാരാണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഞാൻ എണീക്കടാ. അവൻ ആളെ വിട്ട് തല്ലിച്ചിട്ട് അവൻ കൂടെ ഞാൻ ആളെ ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്. മനസ്സിന് മുറിവേറ്റ നമ്മുടെ ഏതെങ്കിലും അണികൾ ചിലപ്പോ എന്തെങ്കിലും ചെയ്തോന്നോ? നീ അറിയണ്ട എന്റെ അണികളോ. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കനകന് എന്തെങ്കിലും പറ്റിയ നിന്റെ പേര് ഞാൻ ഈ വീട്ടിൽ നിന്ന് വെച്ചു ഞാൻ കാണിച്ചു. എനിക്കറിയില്ല. എന്താണ് എടി, കനകനെ ആരോ തല്ലിയെന്ന്. അയ്യോ മോളെ, ഞങ്ങളുടെ പാർട്ടിക്കാരൊന്നും അല്ല. ഈ അമ്മാവോ എന്തേലും വായി വിളിച്ച് പറഞ്ഞിട്ട്. ആരാ തല്ലിയത്? എനിക്കറിയില്ല തങ്ക, നീ ഇങ്ങനെ നോക്കരുതേ. അറിയില്ല നീ പറയണ്ട. നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം, എല്ലാം അറിയാം കേട്ടോ. നിന്നാണ് കർത്താവിനാണ് മാതാവിനാണ്. ദൈവത്തിന് പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങോട്ട് പോണ്? ഞാൻ ചെയ്തില്ലടി. Alien versus Alien.